എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതായത് ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്, ഘടകങ്ങളും ഈ പരിഹാരങ്ങളും. അപ്പോൾ ഫാക്ടേഴ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ x² + 3x + 2. ഇത് നമുക്കറിയാം ഒരു രണ്ടാം കൃതിയിലുള്ള ഒരു ബഹുപദമാണ് ഇത്, x² + 3x + 2 അല്ലേ? ഇതിനെ നമുക്ക് ഇതിന്റെ ഘടകങ്ങളാക്കി എഴുതാൻ അറിയാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അതായത് ഇവിടെ നോക്കിയാൽ നമ്മൾ എഴുതാം, എയും ബിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 2, അതായത് a × b, ab = 2. ഇനിയോ 3 എന്താണ്, a + b അല്ലേ? a + b = 3. ഓക്കെ, ഇനി എയും ബിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 2 കിട്ടണം. ഏതാണ്? 1 × 2 അല്ലേ? 1 × 2 2, വേറെ ഒന്നുമില്ല. ഇനിയും ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടണം അല്ലേ? 1 ഉം 2 ഉം 3. അപ്പൊ നമുക്കിതിനെ x + 1 × x + 2, രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുള്ള പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ അറിയാം. അപ്പൊ ഈ പോളിനോമിയലിന്റെ ഈ ബഹുപദത്തിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളാണ് ഈ x + 1 ഉം x + 2 ഉം അല്ലെ? അപ്പൊ അത് നമുക്ക് പഠിച്ചതാണ്, നമുക്കറിയാം. ഇനി എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പൊ ഈ x² + 3x + 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിനോമിയലാണ്, ഒരു ബഹുപദമാണ്. ഇനി അത് ഒരു ഇക്വേഷൻ ആവണമെങ്കിൽ ഇവിടെ നോക്കിയേ, x² + 3x + 2 അല്ലെ? ഇപ്പൊ ഇത് ഒരു പോളിനോമിയലാണ്, ഒരു ബഹുപദം മാത്രമാണ്. x² + 3x + 2 എന്ന് പറഞ്ഞാൽ അതൊരു ബഹുപദമാണ്. ഇനി x² + 3x + 2 ഞാൻ = 0 എങ്ങനെ എഴുതി വിചാരിക്കാം? അങ്ങനെയാണെങ്കിൽ ഇതെന്തായി മാറി? ഈ ഈക്വൽ ടു ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്തായി? ഒരു സമവാക്യമായി മാറി അല്ലെ? അതായത് ഒരു ഇക്വേഷനായി. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഈ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം അല്ലെ? എന്താണ് ഈ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എക്സിന് ഏത് വില കൊടുത്താലാണ് നമുക്ക് 0 കിട്ടുക? ശ്രദ്ധിക്കാം, എക്സിന് ഇവിടെ ഏത് വില കൊടുത്താലാണ് നമുക്ക് 0 കിട്ടുക? ആ എക്സിന്റെ വിലകളെയാണ് നാം എന്ത് പറയുക? സൊല്യൂഷൻസ് എന്ന് പറയുക അല്ലെ? പരിഹാരം എന്ന് പറയുക. അപ്പൊ എന്താണ് ഈ പരിഹാരം? സൊല്യൂഷൻ കാണാൻ പറഞ്ഞ എന്താണ് അർത്ഥം? ഈ ഇക്വേഷനിൽ 0 കിട്ടണമെങ്കിൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം, അല്ലെങ്കിൽ ഏത് വാല്യൂ എക്സിന് കൊടുത്താലാണ് 0 കിട്ടുക? ആ വാല്യൂകളെ നാം എന്ത് പറയും? സൊല്യൂഷൻസ് എന്ന് പറയും, അതായത് പരിഹാരം എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പരിഹാരം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എപ്പോഴാണ് എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് 0 കിട്ടുക എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പോൾ ഉദാഹരണം നോക്കിയാൽ, ഇവിടെ ഞാൻ എക്സിന് 1 കൊടുത്തു വിചാരിക്കാം. 1 കൊടുത്തു. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? x² 1² + 3x 3 × 1 + 2 എത്ര കിട്ടും? 1ന്റെ സ്ക്വയർ 1 + 3 × 1 3 + 2 അല്ലേ? അതായത് 3 ഉം 1 4 2 6 കിട്ടി. ഇവിടെ നമുക്ക് 6 ആണ് കിട്ടുന്നത് അല്ലേ? പക്ഷെ ഇവിടെ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ 0 ആണ് കിട്ടിയതെങ്കിൽ നമുക്കറിയാം എക്സ് ഈ 1 എന്ന് പറയാൻ എന്താണ്? 1 എന്ന് പറയുന്നത് ഇതിന്റെ പരിഹാരമാണ്, ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് വാല്യൂ കിട്ടുന്നത്? നമുക്ക് 6 ആണ് വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് നമുക്ക് 0 കിട്ടുക അല്ലെ? എന്നത് നമ്മളിപ്പോ 1 ഇട്ട് കൊടുത്തു, 2 ഇട്ട് കൊടുത്തു, 3 കൊടുത്തു, -1 കൊടുത്തു, -2 കൊടുത്തു, അങ്ങനെ ഇട്ട് ചെയ്യണോ? അങ്ങനെ ഇട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? ഇത് ഒരു പോളിനോമിയല് അല്ലെ? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഒരു ബഹുപദാണിത്. ഇവിടെ നമ്മൾ ഈക്വൽ ടു 0 എന്ന് എഴുതിയപ്പോൾ ഇതൊരു ഇക്വേഷനായി മാറി. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്താണ്, അതല്ലെങ്കിൽ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നാം എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ നാം എന്ത് ചെയ്യണം? ഇതേ രൂപത്തിൽ, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ആദ്യം എഴുതാം. അതായത് ഇതിനെ ഘടകങ്ങളാക്കുക അല്ലെ? അപ്പൊ ഇതാണ് ഇതിന്റെ ഘടകങ്ങൾ അല്ലെ? അപ്പൊ ഇതിന് ഫസ്റ്റ് നമ്മൾ ഘടകങ്ങളാക്കാം. അപ്പൊ ഘടകങ്ങൾ എന്ത് വന്നു? x + 1 ഉം x + 2 ആണ് ഇതിന്റെ ഘടകങ്ങൾ അല്ലെ? അപ്പൊ ഇതിന്റെ ഘടകങ്ങൾ നമുക്ക് കിട്ടി. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ x + 1 × x + ഇവിടെ ഞാൻ 1 എന്നാണ് എഴുതിയത്. x + 1 × x + 2 = 0 അല്ലെ? അപ്പൊ ഇതിനെ നമ്മൾ ഘടകങ്ങളാക്കി എഴുതി. ഇനി x + 1 x + 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 0 കിട്ടണം അല്ലെ? അതായത് രണ്ട് പദങ്ങൾ. ഇപ്പൊ നോക്കിയാൽ നമുക്ക് x ഉം x × y = 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിൽ ഏതെങ്കിലും ഒരാൾ 0 ആയിരിക്കണം അല്ലെ? ഇപ്പൊ x 0 ആയാൽ 0 × y = 0, അല്ലെങ്കിൽ y 0 ആണെങ്കിൽ x × 0 = 0 അല്ലെ? അതായത് ഇതിൽ ഏതെങ്കിലും ഒരാൾ 0 ആയാൽ മാത്രമേ നമുക്ക് ഇവർ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ 0 കിട്ടുള്ളൂ. അപ്പൊ ഇവിടെയും x + 1 × x + 2
ഇത് 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെ ഇത് 0 ആയിരിക്കണം, അതല്ലെങ്കിൽ ഇത് 0 ആയിരിക്കണം. നമ്മൾ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഒന്നുകിൽ x+1 0 ആയിരിക്കണം. അപ്പൊ x+1 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? x ഈ ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ -1 അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് -1 കിട്ടി. ഇനി അതല്ല x+2 ആയിരുന്നു 0, അങ്ങനെയാവാലോ. അങ്ങനെയാണെങ്കിലോ x+2 = 0. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ -2. മനസ്സിലായില്ലേ? അപ്പൊ എക്സിന് എന്തൊക്കെ കിട്ടി? എക്സിന്റെ വാല്യൂ -1, -2. ഇതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ. മനസ്സിലായോ? അപ്പൊ ഏതാണ് ഇതിന്റെ സൊല്യൂഷൻ? x -1, x -2. അപ്പൊ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. x² എന്ന് വെച്ചാൽ -1² പ്ലസ് 3x അല്ലെ, 3 × -1 പ്ലസ് 2 എത്ര കിട്ടും? -1ന്റെ സ്കോർ 1. ഇനി പ്ലസ് 3 × മൈനസ് അല്ലെ, പ്ലസ് × മൈനസ് -1 × 3 3 പ്ലസ് 2 എത്ര കിട്ടി? 0. അപ്പൊ -1 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 0 കിട്ടി. ഇനി ഇതേ രൂപത്തിൽ തന്നെ -2 കൊടുത്താലോ അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഇക്വേഷന്റെ പരിഹാരം അതല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? എപ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത്? ആ 0 കിട്ടുന്ന എക്സിന്റെ വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയാം? അതിന്റെ പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത്രയും ചെയ്യേണ്ട നമുക്ക് കാര്യം വരുന്നില്ല. നാം ഘടകങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? x+1 × x+2 = 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ സൊല്യൂഷൻ എഴുതാം. എന്തായിരിക്കും? x ഇതിന്റെ ചിഹ്നം +1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉടനടി എഴുതുക, കണ്ണടിച്ച് എഴുതിക്കുക -1. ഇനി എക്സിന്റെ അടുത്ത വാല്യൂ ഇത് +2 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് -2. കണ്ടില്ലേ? അതായത് ഇവിടെ ഏതാണോ വരുന്നത് ആ ചിഹ്നം മാറ്റി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സൊല്യൂഷൻ കിട്ടും, അതിന്റെ പരിഹാരം കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ SLC പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് 2 തരും. മനസ്സിലായി? ഇതേപോലെ തരും. എന്നിട്ട് ചോദിക്കും അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ പരിഹാരം എന്താണെന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ഇവിടെ നോക്കിയാൽ ഇവിടെ ഇപ്പൊ -2 ആണെന്ന് വിചാരിക്കുക. ഇവിടെ -2 ആണെങ്കിൽ എന്ത് എഴുതാം? സൊല്യൂഷൻ എന്ത് വരും? +2. ഇവിടെ -3 ആണ്, അതായത് അപ്പൊ +3. ഇവിടെ എന്താണോ ചിഹ്നം മാറ്റി അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? അതേപോലെ തിരിച്ചും ചോദിക്കും. ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ -1ഉം -2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെ, ഫാക്ടേഴ്സ് ഏതൊക്കെ എന്ന് തിരിച്ചു ചോദിക്കും. ഇവിടെ x-1 അല്ല, എക്സിന്റെ വാല്യൂ -1. അപ്പൊ എന്തായിരിക്കും ഒരു ഘടകം? x+1. ഇത് എക്സിന്റെ വാല്യൂ -2 അല്ലേ? അപ്പൊ ഏതായിരിക്കും ഘടകം? x+2. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ചിഹ്നം കൂടി മാറ്റിയിട്ട് കൊടുക്കുക. മറക്കരുത്, എപ്പോഴും നല്ലവണ്ണം ശ്രദ്ധിക്കുക. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ഇവിടെ നോക്കിയേ, x² -4x + 3 = 0. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞു, പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താണ് പരിഹാരം കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? അതിന്റെ ഫാക്ടേഴ്സ് എഴുതല്ലേ? ഫാക്ടേഴ്സ് എഴുതുക. ഗുണിച്ചു കഴിഞ്ഞാൽ 3 a × b എത്രയാണ്? 3a + b = -4 അല്ലേ? അപ്പൊ ഏതൊക്കെ ആയിരിക്കും? എയും ബിയും ഗുണിക്കുകയാണെങ്കിൽ നമുക്ക് 3 കിട്ടണമെങ്കിൽ നമുക്കറിയാം 1 × 3 3 അല്ലേ? അത് മാത്രമേ ഉള്ളൂ. ഇനി നോക്കിയാൽ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് മൈനസ് കിട്ടണം. അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ഇവിടെ ഗുണിക്കുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ 2 സംഖ്യയും ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ 2 സംഖ്യ നെഗറ്റീവ് അല്ലേ? പക്ഷെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് 2 സംഖ്യ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ നമുക്ക് കിട്ടിയ ഏതൊക്കെയാണ്? x-1 × x-3 അല്ലേ? അപ്പൊ ഇതാണ് ഘടകങ്ങൾ = 0. x-1 അല്ലെ? x-1ഉം x-3 ആണ് ഇതിന്റെ ഫാക്ടേഴ്സ് എങ്കിൽ എന്ത് ചെയ്താൽ മതി? x എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ അല്ലെ എന്തായിരിക്കും? ഇവിടെ -1 ആണ്, അതുകൊണ്ട് 1. ഇനി അതല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? അടുത്തത് -3 ആണ്, അതുകൊണ്ട് 3. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 199 ഒരു പ്രോബ്ലം ഉണ്ട്. അതൊന്ന് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ചോദ്യം നോക്കിയാൽ, വൺ സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ, ഒരു ചതുരത്തിന്റെ ഒരു വശം 3 മീറ്റർ ലോങ്ങർ ദാൻ ദി അതർ സൈഡ്, മറ്റേ വശത്തിനേക്കാൾ 3 മീറ്റർ കൂടുതലാണ്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ്സ് ഏരിയ ഈസ് 270. അതിന്റെ ഏരിയ തന്നിട്ടുണ്ട് 270 സ്ക്വയർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് അല്ലെ? വശങ്ങളുടെ നീളം എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഒരു റെക്ടാങ്കിൾ അല്ലെ, ചതുരം. ഓക്കെ, ഇതിന്റെ ഒരു വശം എത്രയാണോ അതിനേക്കാൾ 3 മീറ്റർ കൂടുതൽ അടുത്ത വശം.
അപ്പോൾ ഇത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വീതി എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എത്ര വരും? ഇതിനേക്കാൾ 3 മീറ്റർ കൂടുതൽ അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 3 അല്ലേ? ചെറിയ വശം എക്സ് എന്ന് കൊടുത്താൽ വലിയ വശം എക്സ് പ്ലസ് 3. ഓക്കെ, ഇനി എന്ത് നമുക്ക് തന്നിട്ടുണ്ട്? ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? ഏരിയ 270 അല്ലേ? 270 മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം എത്ര, വീതി എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ ചതുരത്തിന്റെ ഏരിയ തന്നിട്ടുണ്ട് അല്ലെ, പരപ്പളവ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഏരിയ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് 270 അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീളം ഇൻറ്റു വീതി അല്ലെ? നീളം ഇൻറ്റു വീതിയാണ് 270. അപ്പൊ നോക്കിയാൽ എൽ ഇൻറ്റു ബി, എൽ ഇൻറ്റു ബി ആണ് 270. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സും ഒന്ന് എക്സ് പ്ലസ് 3യും അല്ലെ? ഇതാണ് നീളവും വീതിയും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിൽ പകരമായിട്ട് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 അല്ലെ? നീളം ഇൻറ്റു വീതി സീക്വൽ ടു 270. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ നമുക്ക് ബ്രാക്കറ്റ് പൊളിക്കണം അല്ലെ? ബ്രാക്കറ്റ് പൊട്ടിക്കണം. ഇതുകൊണ്ട് ഇതിനെ ഓരോന്നിനെ ഗുണിക്കും. ഇപ്പം എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ്, 3x സീക്വൽ ടു 270. ഇത് നമുക്ക് കിട്ടി അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് എങ്ങനെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ഇപ്പൊ എക്സ് സ്ക്വയറിന് പകരം വെറും എക്സ് ആണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 4x കിട്ടും അല്ലെ? അല്ലെങ്കിൽ ഇവിടെ 2x എന്ന് വിചാരിക്കാം. അപ്പോൾ 2x പ്ലസ് 5x 3x ഈക്വൽ ടു നമുക്ക് 5x എന്ന് എഴുതാം. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എങ്ങനെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും? അവിടെയാണ് നാം ഇപ്പം ചെയ്ത പോലെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 3x ഈ 270 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം എന്തായി? മൈനസ് 270 സീക്വൽ ടു 0. ഇപ്പം നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 270 ഈക്വൽ ടു 0 അല്ലേ? ഇപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാം കൃതിയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഘടകങ്ങളാക്കുക അല്ലേ? ഇതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഇവിടെ രണ്ട് സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് 270, കൂട്ടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് 3 അല്ലേ? കണ്ടുപിടിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ലേ അതേ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അതായത് ഇവിടെ നോക്കിയാൽ എ ഇൻറ്റു ബി അല്ലേ? എ ഇൻറ്റു ബി എത്രയാണ്? നെഗറ്റീവ് 270. ഇനി എ പ്ലസ് ബിയോ പ്ലസ് 3 അല്ലേ? 3. ഇനി നമുക്ക് എന്ത് കിട്ടണം? എ മൈനസ് ബി കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് എ മൈനസ് ബി എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു അല്ലേ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? എ പ്ലസ് ബി വാല്യൂ നമുക്കറിയാം 3, അപ്പോൾ 3 സ്ക്വയർ മൈനസ് 4ab 4 ഇൻറ്റു എ ബിയുടെ വാല്യൂ നെഗറ്റീവ് 270. ചിഹ്നങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം, ചിഹ്നം വിട്ട് കളയരുത്, അപ്പോൾ ഉത്തരം തെറ്റും. ഇനി എന്ത് വരും? 3ന്റെ സ്ക്വയർ 9 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ? 4 ഇൻറ്റു 270 എത്ര കിട്ടും? 0 8 10 അല്ലേ? 10. അപ്പോൾ നമുക്ക് 1050 കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1089 എന്ന് കിട്ടി അല്ലേ? ഇതാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? എ മൈനസ് ബി സീക്വൽ ടു ഇതിൻ്റെ റൂട്ട് അല്ലേ? റൂട്ട് 1089. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പ് പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടല്ലോ. എളുപ്പപ്പണി എന്താണ്? പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നേരം കളയണ്ട. ഇവിടെ നോക്കിയാൽ നമുക്കറിയാവുന്ന സംഖ്യകൾ നോക്കിയാൽ 10ൻ്റെ എത്രയാണ്? 100 എന്നറിയാം. 20ൻ്റെ നമുക്ക് എത്രയാണ്? 400 എന്നറിയാം അല്ലേ? 30ൻ്റെ എത്രയാണ്? 900 എന്നറിയാം. ഇനി 40ൻ്റെ എത്രയാണ്? 1600 എന്നറിയാം അല്ലേ? ഇവിടെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1089. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ് വരുന്നത് അല്ലേ? ഇതിൻ്റെ ഇടയിൽ രണ്ടിൻ്റെ ഇടയിൽ, അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ റൂട്ട് 30നും 40നും ഇടയിലായിരിക്കും. അപ്പോൾ 30 എത്രയോ വരും അല്ലേ? 30 എത്രയോ വരും. അപ്പോൾ 30 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? അവസാനത്തെ സംഖ്യ എത്രയാണ്? ഇവിടെ 9 ആണ് അല്ലേ? അപ്പോൾ 30 നമ്മൾ പറഞ്ഞു. അപ്പോൾ 30 അവിടെ നിൽക്കട്ടെ. ഇനി അവസാനത്തെ സംഖ്യ 9 ആണ് അല്ലേ? അപ്പോൾ ഏത് സ്ക്വയറിലാണ് നമുക്ക് 9 വരാം? 3 ഇൻറ്റു 3 9 അല്ലേ? 3 ഇൻറ്റു 3 9. അപ്പോൾ 3 ഇൻറ്റു 3 9 വരും. പിന്നെ ഏത് തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 9 കിട്ടുക? ഇതിൻ്റെ വർഗത്തിലാണ് 9 വരാം. 7 ഇൻറ്റു 7 49 അല്ലേ? 7 ഇൻറ്റു 7 49. അപ്പോൾ 2 ചാൻസ് ഉണ്ട് നമുക്ക്. ഒന്നുകിൽ 3 ആവാം, അല്ലെങ്കിൽ 7 ആവാം. അതായത് ഒന്നുകിൽ 33 ആവാം, അതല്ലെങ്കിൽ 37 ആവാം ഇതിൻ്റെ റൂട്ട്.
മനസ്സിലായല്ലോ? ഓക്കെ. ഇനി 33 37 എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? ഇവിടെ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് 1089 സംഖ്യ അല്ലേ? അപ്പൊ ഇതിന്റെ ഏതിനോടാണ് അത് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? 900 അതോ 1600 ഏതാണ് ഈ സംഖ്യ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? ഇതിനോടാണ് അല്ലേ? 900 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 100ഉം പിന്നെ ഒരു 89ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഇതായി അല്ലേ? അപ്പൊ ഇതിന്റെ അടുത്താണ് ഇത് നിൽക്കുന്നത്. ഇവർ തമ്മിൽ വളരെ അകലുണ്ട്, കുറച്ചും കൂടി അകലം കൂടുതലാണ് അല്ലേ? അപ്പൊ ഇതിന്റെ അടുത്താണ്, അത് ചെറുതിനോടാണ് കൂടുതൽ അടുപ്പം. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ചെറുത്, ഈ നമ്മൾ 3 അല്ലെങ്കിൽ 7 എന്ന് പറഞ്ഞല്ലോ, അതിൽ ചെറുത് സെലക്ട് ചെയ്യാം. ഇനി വലുതിനോടാണ് അടുപ്പമെങ്കിൽ എന്ത് ചെയ്യാം? വലുത് സെലക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 33 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ a മൈനസ് ബി സീക്വൽ എന്ത് കിട്ടി നമുക്ക്? 33. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ 33 പോസിറ്റീവ് 33 ആവാം, അതല്ലെങ്കിൽ നെഗറ്റീവ് 33 ആവാം അല്ലേ? അപ്പൊ 2 ചാൻസ് ഉണ്ട്, ഒന്നുകിൽ 33 അല്ലെങ്കിൽ നെഗറ്റീവ് 33. ഇനി a മൈനസ് ബി 33 ആണെങ്കിൽ അല്ലേ, നമുക്ക് കഴിഞ്ഞ ക്ലാസ് ചെയ്ത അതേ ഒരുപോലെ തന്നെ a മൈനസ് ബി 33 ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ വാല്യൂ? നമുക്കറിയാം a പ്ലസ് ബി 3 ആണ്. അപ്പൊ a പ്ലസ് ബി സീക്വൽ ടു 3. a മൈനസ് ബി എത്രയാണ്? 33. അങ്ങനെയാണെങ്കിൽ 2a അല്ലേ, എയുടെ വാല്യൂ കൊണ്ടെടുക്കുക a പ്ലസ് 2a ഇസ് ഈക്വൽ ടു 36. അതിൻ്റെ ആഡ് വാല്യൂ കിട്ടും a ഇസ് ഈക്വൽ ടു 36/2 അല്ലേ? 36/2 എത്ര കിട്ടും? 18. അപ്പൊ എയുടെ വാല്യൂ 18 ആണെങ്കിൽ ബി എന്തായിരിക്കും? ഇവിടെ നമുക്കറിയാം a പ്ലസ് ബി സീക്വൽ ടു 3 അല്ലെ? a പ്ലസ് ബി സീക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ 18. അപ്പൊ 18 പ്ലസ് ബി സീക്വൽ ടു 3. അതിനാണ് ബി എന്ത് വരും? 3. ഈ 18 അങ്ങോട്ട് പോകുമ്പോൾ -18 അല്ലേ? അപ്പൊ എത്ര കിട്ടും? -15. ഓക്കെ. അപ്പൊ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി അല്ലേ? അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് a മൈനസ് ബി 33 പകരം നെഗറ്റീവ് 33 കൊടുത്തു നോക്കാം അല്ലെ? നെഗറ്റീവ് 33 കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഇതുപോലെ എന്ത് കിട്ടും വാല്യൂ? എക്ക് നെഗറ്റീവ് 15 കിട്ടും, ബിക്ക് 18 കിട്ടും അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിട്ടും അല്ലെ? അപ്പൊ അതൊന്നും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഫാക്ടേഴ്സ് അതല്ല ഏതൊക്കെയാണ്? 18ഉം നെഗറ്റീവ് 15 അല്ലേ? അപ്പൊ എക്സ് മൈനസ് 15 ഇൻറ്റു എക്സ് പ്ലസ് 18 അല്ലെ? ഇതാണ് ഇതിന്റെ ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു 0. പിന്നെ നോക്കിയാൽ ഇനി നമുക്ക് ഇതിന്റെ എക്സിന്റെ അല്ലെ സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എക്സ് മൈനസ് 15ഉം എക്സ് പ്ലസ് 18 ആണ് അല്ലെ? അപ്പോൾ ഏതൊക്കെ ആയിരിക്കും എക്സിന്റെ വാല്യൂ വരാ? എക്സ് ഈസ് ഈക്വൽ ഇതിന് ചിഹ്നം മാറ്റി കൊടുക്കുക 15 അല്ലെ? അതല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? ഈ 18 നെഗറ്റീവ് 18 ആവും അല്ലെ? എങ്ങനെ കിട്ടേണ്ടതെന്ന് അറിയാലോ. കാരണം എക്സ് മൈനസ് 15 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 15, എക്സ് പ്ലസ് 18 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് 18 അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ചിഹ്നം മാറ്റി കൊടുക്കാൻ. ഇവിടെ നോക്കിയാൽ എക്സിന് നമുക്ക് 2 വാല്യൂ കിട്ടി, 15 കിട്ടി, 18 കിട്ടി. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ വശത്തിന്റെ നീളമാണല്ലോ, നീളം ഒരിക്കലും നെഗറ്റീവ് വരില്ലല്ലോ, അതുകൊണ്ട് ഇതായിരിക്കില്ല അല്ലെ? ഇതല്ല. പിന്നെ ഏതായിരിക്കും? എക്സ് 15 അല്ലെ? അതായത് ചെറിയ വശത്തിന്റെ നീളം 15. അപ്പൊ സ്മോൾ സൈഡ് ഈക്വൽ ടു 15 മീറ്റർ. അടുത്തതോ ലാർജർ സൈഡ് അല്ലെ? ലാർജർ സൈഡ് എക്സ് പ്ലസ് 3 അല്ലെ? എക്സ് പ്ലസ് 3 ഈക്വൽ ടു 15 പ്ലസ് 3 ഈക്വൽ ടു 18. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 202 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. One side of a rectangle is 2 meters longer than the other and its area is 48 square meter. What are the lengths of its side? അല്ലെ? നമ്മൾ നേരത്തെ ഇപ്പൊ ചെയ്ത അതേ ടൈപ്പ് ചോദ്യം തന്നെ, വേറെ ഒരു വ്യത്യാസവും ഇല്ല അല്ലെ? അതായത് ഒരു ചതുരം. അപ്പൊ നമ്മൾ റഫായിട്ട് ചതുരം വരച്ചു. ഓക്കെ, ചതുരം. ഈ ചതുരത്തിന്റെ ഒരു വശം മറ്റേ വശത്തിനേക്കാൾ എത്ര കൂടുതലാണ്? 2 മീറ്റർ കൂടുതലാണ് അല്ലെ? അപ്പൊ ഒരു വശത്തിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ് അടുത്ത വശം. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ വശത്തിന് എക്സ് എന്ന് കൊടുത്തു, വലിയ വശം എന്തായിരിക്കും? എക്സ് പ്ലസ് 2. ഇതിന്റെ കൂടെ 2 കൂട്ടുന്നു അല്ലെ? 2 കൂട്ടുന്നു. ഓക്കെ. ഇനി എന്താണ് തന്നിട്ടുള്ളത്? ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്, പരപ്പളവ്. എത്രയാണ് പരപ്പളവ്? 48 സ്ക്വയർ മീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളവും അല്ലെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ അളവുകൾ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇതേ ചോദ്യം തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ ഏരിയ അല്ലെ? ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു ചതുരാണ്, 48 മീറ്റർ സ്ക്വയർ ഏരിയ അല്ലെ? ഇതിന്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ചതുരത്തിന്റെ റെക്ടാങ്കിൾ നീളം ഇൻറ്റു വീതി അല്ലെ? നീളം ഇൻറ്റു വീതിയാണ് ഏരിയ. അതുകൊണ്ട് നമുക്ക് എൽ ഇൻറ്റു ബി ആണ് 48. ഓക്കെ, ഇവിടെ എൽ അല്ലെ? ഒന്ന് എക്സും അടുത്ത അളവും എക്സ് പ്ലസ് 2.
അപ്പോൾ ഇവർ തമ്മിൽ ഗുണിച്ച് ഞാൻ നമുക്ക് 48 കിട്ടണം വേണ്ടേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 അതായത് നീളം ഇൻറ്റു വീതി സീക്വൽ എത്ര കിട്ടണം 48 കിട്ടണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് അറിയാലോ. എക്സ് കൊണ്ട് ഇതിനങ്ങോട്ട് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് പൊളിക്കണം അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ഇനി എക്സ് ഇൻ പ്ലസ് എക്സ് ഇൻറ്റു 2 2x സീക്വൽ ടു 48. ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് വിഷയം കഴിഞ്ഞു അല്ലേ. പക്ഷെ നമുക്ക് ഇതിന് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x ആണ് അല്ലേ. എക്സ് സ്ക്വയറിന് പകരം നമുക്ക് 3x എന്നോ 4x എന്നോ എക്സ് എന്നൊക്കെ തരാണെങ്കിലും അവ തമ്മിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സിൻ്റെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ എക്സ് സ്ക്വയർ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആ പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം നമ്മൾ പഠിച്ച അതേ മെത്തേഡിലേക്ക് വരണം അല്ലേ. എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 2x ഈ 48 ഇങ്ങോട്ട് കൊണ്ടുവരാം -48 അല്ലേ. ഇതങ്ങോട്ട് പോകുന്നു സീക്വൽ ടു 0. ഇനി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയാലോ, അറിയാം അല്ലേ. ഇനി എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി, ആദ്യം ഇതിന്റെ ഫാക്ടേഴ്സ് ആക്കുക അല്ലെ, ഘടകങ്ങളാക്കുക. ഘടകങ്ങളാക്കാൻ എന്ത് വേണം, എ ഇൻറ്റു ബി. നോക്കിയേ, എ ഇൻറ്റു ബി എത്രയാണ്, എ ബി -48, എ പ്ലസ് ബി എത്രയാണ് 2. ഇവിടെ നമുക്ക് ചെറിയ സംഖ്യകളല്ലേ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? അതിലേക്കൊന്നും പോകണ്ട. നോക്കിയേ, 48 കിട്ടാൻ ഏതൊക്കെയാണ്, 6 ഇൻറ്റു 8 അല്ലേ. പെട്ടെന്ന് നമുക്ക് കിട്ടും 6 ഇൻറ്റു 8 48 അല്ലേ. 6 ഇൻറ്റു 8 48, അല്ലെങ്കിൽ നമ്മൾ 2 ഇൻറ്റു 12 അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വരും 6 ഇൻറ്റു 8 48 അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ ഗുണിക്കുമ്പോൾ നമുക്ക് ഏതാ കിട്ടുന്നത്, ഗുണിക്കുമ്പോൾ കിട്ടുന്നത് നെഗറ്റീവ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, ഒരെണ്ണം ഉറപ്പായിട്ട് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. എന്നാലേ നമുക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടുള്ളൂ. അപ്പം ഇതിൽ ഒരെണ്ണം ഉറപ്പായിട്ട് നെഗറ്റീവ്. ഇനി ആഡ് ചെയ്യുമ്പോഴോ കിട്ടുന്നത് പോസിറ്റീവ്. അതിൻ്റെ അർത്ഥം എന്താണ്, വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം നെഗറ്റീവ്, അതിൽ വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഒരെണ്ണം നെഗറ്റീവ്, വലിയ സംഖ്യ. അപ്പോൾ ഇത് നെഗറ്റീവ്, ചെറിയ സംഖ്യ നെഗറ്റീവ്, വലിയ സംഖ്യ പോസിറ്റീവ്. ഇപ്പോൾ നോക്കിയേ, 6 ഇൻറ്റു 8 48 അല്ലേ, ചിഹ്നം നെഗറ്റീവ്. ഇപ്പോൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ എ മൈനസ് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. എങ്കിലേ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് 48 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് 6 ഇൻറ്റു 8 48 ആണ്. ഇത് എയും ബിയും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് എഴുതാം, ഇതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം അല്ലേ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്, എക്സ് -6 8 ആണ് അല്ലേ. അപ്പം എക്സ് -6 ഇൻറ്റു എക്സ് പ്ലസ് 8 സീക്വൽ ടു 0. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എക്സ് -6 ഇത് രണ്ടും ഗുണിക്കുമ്പോൾ 0 ആവണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് 0 ആണെങ്കിൽ എക്സ് -6 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും, എക്സ് ഈസ് ഈക്വൽ ടു ഈ 6 അങ്ങോട്ട് പോകുമ്പോൾ +6. ഇനി അതല്ല എക്സ് +8 ആണ് 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ഈ 8 അങ്ങോട്ട് പോകുമ്പോൾ -8 അല്ലേ. അപ്പോൾ നമുക്ക് എക്സിന് ഇവിടെ 2 വാല്യൂ കിട്ടി, 6ഉം കിട്ടി -8ഉം കിട്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല. എക്സ് -6 ഇൻറ്റു എക്സ് പ്ലസ് 8 0 ആണെങ്കിൽ ഇതിന്റെ പരിഹാരം സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, എക്സ് ഈ ചിഹ്നം മാറ്റല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 6, ഏതെങ്കിലും എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ +8 ആണ്, അപ്പം -8 ഇടാം അല്ലേ. അത് ഞാൻ പറഞ്ഞു, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് എന്ത് തരും, ഇതുപോലെ ഇതിന്റെ ഘടകങ്ങൾ തരും, ഫാക്ടേഴ്സ് തരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഉടനടി ഇതിന്റെ ചിഹ്നം മാറ്റി ഇട്ട് കൊടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ ഏതാണ് ചിഹ്നം, ആ ചിഹ്നം മാറ്റി അത് ആ സംഖ്യ കൂടി എഴുതാം. അതുപോലെ ഇവിടെയും ചിഹ്നം മാറ്റിയിട്ട് സംഖ്യ കൂടി എഴുതി കൊടുക്കാം. മനസ്സിലായല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ. അതുപോലെ തന്നെ ഇതേപോലെ തരും സൊല്യൂഷൻസ്, പരിഹാരം നമുക്ക് തരും. എന്നിട്ട് ഏതൊക്കെയാണ് ഇതിന്റെ ഘടകങ്ങൾ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ 6 ആണെങ്കിൽ എന്ത് ചെയ്യണം, എക്സ് ഇതിന്റെ ചിഹ്നം മാറ്റാം, എക്സ് -6 കൊടുക്കാം. ഇവിടെ -8 ആണെങ്കിൽ അതിന്റെ ചിഹ്നം മാറ്റി എക്സ് +8 കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പൊ തിരിച്ചും മറിച്ചും ചോദിക്കും, തെറ്റിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്ക് എക്സിന് വാല്യൂ കിട്ടി, നെഗറ്റീവ് കിട്ടുന്നു കിട്ടി അല്ലേ. നമുക്കറിയാം ഒരു ചതുരത്തിന്റെ നീളം നെഗറ്റീവ് ആവില്ലല്ലോ, നെഗറ്റീവ് ആവില്ല അല്ലേ. അപ്പൊ ഇതല്ല സംഭവം, നെഗറ്റീവ് വാല്യൂ നമുക്ക് വരില്ല. ബാക്കി എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ അല്ലേ. ഒരു സൈഡ് എത്രയായിരിക്കും, 1 സൈഡ് അല്ലേ, അല്ലെങ്കിൽ 1 സൈഡ് ഈക്വൽ ടു എക്സ് ആണ്, അതായത് 6. അപ്പൊ 6 മീറ്റർ. അതർ സൈഡ്, മറ്റേ സൈഡ് എത്രയായിരിക്കും, അതർ സൈഡ് x + 2 അല്ലേ, x + 2 അതായത് x 6
പ്ലസ് 2 ഈക്വൽ ടു 8 മീറ്റർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ മാത്രം കാണാൻ ചിലവർ വരും. അവരെന്ത് ചെയ്യണം? അവരിതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.